എൻ്റെ പേര് ആതിര. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. എനിക്കിവിടെ ഇന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച ദേവമാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത് 2022 ഒക്ടോബർ 8-ാം തീയതിയാണ്. ഒരു സാക്ഷ്യം ഞാൻ പറഞ്ഞു, ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഞാൻ 8ാമത്തെ പ്രാവശ്യം പുതുക്കിയത് ഡിസംബറിൽ വന്നിട്ടായിരുന്നു. പുതുക്കിയതിന് ശേഷം ഞാൻ പ്രത്യേക നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നത് ഇതെൻ്റെ ചേച്ചിയാണ്. ചേച്ചീൻ്റെ ഹസ്ബൻഡ് ജർമ്മനിയിലാണ്. അപ്പോൾ അവിടെ ചേട്ടായിക്ക് വേണ്ടിയിട്ട് അവിടുത്തെ കാർഡ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു പ്രത്യേക നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ നിയോഗം വെച്ചു. ഫെബ്രുവരി 4-ാം തീയതി ആപ്ലിക്കേഷൻ കൊടുത്തു. ഫെബ്രുവരി 27-ാം തീയതി തന്നെ ചേട്ടായിക്ക് മെയിൽ വന്നു, കാർഡ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. 2-3 വീക്സിനുള്ളിൽ തന്നെ അത് കിട്ടി. സാധാരണ അതൊരു 2-3 മന്ത് കഴിഞ്ഞാലേ കിട്ടുള്ളൂ. അത് സമയം ചുരുക്കി മാതാവ് അത് പെട്ടെന്ന് തന്നെ കൊടുത്തു. രണ്ടാമതായി ഞാൻ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ സിസ്റ്ററിൻ്റെ ജർമ്മൻ എക്സാമിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഞാൻ നിയോഗം വെച്ചു. ഞാനെന്നും പ്രാർത്ഥിക്കുമ്പം പ്രത്യേകം അത് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് മാതാവും മനസ്സിലൊരു ഡേറ്റ് എനിക്ക് തോന്നിപ്പിച്ചു, 23 എന്നുള്ള ഡേറ്റ്. അതിന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയായിരുന്നു ഇവൾ എക്സാമിന് ഡേറ്റ് എടുത്തതും. അത് ഏപ്രിൽ 23 എന്നുള്ള ഡേറ്റാണ് ഇവൾക്ക് എക്സാമിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എക്സാം കഴിഞ്ഞു. മെയ് 27-ാം തീയതി റിസൾട്ട് വന്നു. അതും ജർമ്മൻ എക്സാം എൻ്റെ ചേച്ചിക്ക് പാസ്സാകാൻ വേണ്ടി പറ്റി. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്യുവാണ് കണ്ണൂർ. ഞാനൊരു ഹോസ്റ്റലിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹോസ്റ്റലിൽ പെട്ടെന്നൊരു ഇഷ്യൂ ഉണ്ടായി. ഹോസ്റ്റലിൽ മെസ്സുള്ള ആൾക്കാരും മെസ്സില്ലാത്ത ആൾക്കാരും ഉണ്ട്. അപ്പം മെസ്സ് ഔട്ട് ആയ ആൾക്കാരെല്ലാം ഹോസ്റ്റലിൽ നിന്ന് പെട്ടെന്ന് പോകണം, പുറത്ത് PG വല്ലതും നോക്കണം എന്ന് പറഞ്ഞു. അപ്പം ഇടയ്ക്കിടയ്ക്ക് അവരങ്ങനെ പറയുന്നതുകൊണ്ട് ഞാനത് കാര്യമാക്കി എടുത്തില്ല. പക്ഷേ ഇപ്രാവശ്യം പറഞ്ഞത് അവർ ഭയങ്കര സീരിയസ് ആയിട്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കുട്ടികൾ മെസ്സിൽ നിന്ന് ആ ഹോസ്റ്റലിൽ നിന്ന് മാറി വേറെ PGയും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ ഞാൻ അന്ന് തൊട്ട് ഞാൻ മാതാവിനോട് പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ റൂമിലുള്ള കുട്ടിയൊക്കെ പറയും, ചേച്ചി നമുക്ക് നോക്കണ്ടേ, വേറെ റൂം നോക്കണ്ടേ, നമുക്ക് മാറണ്ടേ എന്നൊക്കെ ഉള്ളത്. ഞാൻ പറയും, ഇല്ല, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാൻ പറ്റും, എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ നിൽക്കാൻ പറ്റും എന്നുള്ളതെന്ന് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് കൃപാസനത്തിലെ വിശുദ്ധ ഉപ്പും വിശുദ്ധ തൈലവും ഞാൻ എൻ്റെ റൂമിൽ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഞാൻ പ്രത്യേകം തേച്ച് പ്രാർത്ഥിച്ചു. വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് 1 വീക്കിനുള്ളിൽ തന്നെ നമ്മുടെ HR-ൽ നിന്നൊരു ഇത് വന്നു, നമുക്ക് ഹോസ്റ്റലിൽ തന്നെ നിന്നോളാനുള്ളൊരു പെർമിഷൻ കിട്ടി. എനിക്ക് ഈ നിയോഗങ്ങളെല്ലാം സാധിച്ചതിൻ്റെക്കാട്ടും കൂടുതൽ എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടിയത് ആത്മീയപരമായിട്ട് എനിക്ക് മാറാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ആ ഹോസ്റ്റലിൽ തന്നെ നിൽക്കണമെന്ന് എനിക്ക് ഒരിത് വന്നതും ഞാൻ ആ ഹോസ്റ്റലിൽ നിൽക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് എനിക്കെന്നും സ്ഥിരമായിട്ട് പള്ളിയിൽ പോകാൻ വേണ്ടി